ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ 2ാം ഞായറാഴ്ചയിലാണ്. ധ്യാനിക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ മത്തായിയുടേതാണ്. രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോകുന്നു. അവിടെ വച്ച് യേശു രൂപാന്തരീകരണപ്പെടുകയാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതമായൊരു ബൈബിൾ ഭാഗമാണ്. ഇത് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ രൂപാന്തരീകരണത്തിൻ്റെ പരിപാടി പത്രോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. പത്രോസ് നോക്കുമ്പോൾ യേശുവിൻ്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. വസ്ത്രങ്ങൾ പ്രകാശം പോലെ ധവളമായി എന്നൊക്കെ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്, വല്ലാത്തൊരു സ്പിരിച്വൽ അനുഭവമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സന്തോഷം നൽകുന്ന ഒരു സമയമായിരുന്നു അത് പത്രോസിന്. അതുകൊണ്ട് തന്നെ പത്രോസ് പറഞ്ഞു, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് യേശുവിന്. എപ്പോഴും നമുക്കപ്പോൾ ഈ സന്തോഷത്തിൻ്റെ അനുഭവമൊക്കെ ലഭിക്കുമല്ലോ എന്ന് പത്രോസ് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ യേശു ഇങ്ങനെ പത്രോസിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട, നമുക്ക് താഴ്വരകളിലേക്ക് പോകണം, ജെറുസലേമിലേക്ക് പോകണം. അവിടെ വെച്ച് മനുഷ്യപുത്രൻ പീഡകളേറ്റ് ക്രൂശിക്കപ്പെട്ട് മരിക്കണം. ഇത് കേട്ട് പത്രോസ് ആകെ കൺഫ്യൂഷനായിട്ടുണ്ടാവും. ഇത്രയും സന്തോഷമുള്ളൊരവസ്ഥയിൽ നിന്ന്, ഒരു മഹത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എന്തിന് വേദനിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകണം എന്ന് പത്രോസ് ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പത്രോസിനോടും ശിഷ്യന്മാരോടും ഒക്കെ പറയാൻ ആഗ്രഹിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഈ സന്തോഷവും സങ്കടവും വിപരീതമായ അനുഭവങ്ങളല്ല, മറിച്ച് അത് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യനായി പിറന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യമാണ് ഈ വേദനകളും ഒപ്പം സന്തോഷങ്ങളും. ചിലപ്പോഴെങ്കിലും നമ്മൾ പത്രോസിനെ പോലെ ഈ സന്തോഷത്തിൻ്റെ അവസ്ഥകളിൽ കൂടാരമടിച്ച് പാർക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മുടെയൊക്കെ ജീവിതങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്കത് വളരെ നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ ഒരുപാട് ചേർത്ത് പിടിച്ച മനുഷ്യരെ, കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം തന്ന് ഒരുപാട് സ്നേഹം തന്ന മനുഷ്യരൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ, മാറ്റി നിർത്തിയിട്ടില്ലേ? അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രശംസയുടെ കൊടുമുടിയിൽ നമ്മളെ കയറ്റി നിർത്തിയ മനുഷ്യർ മാറി നിന്ന് നമ്മളെ കുറ്റം പറഞ്ഞിട്ടില്ലേ? ചിലപ്പോഴൊക്കെ വളരെ സന്തോഷത്തോടെയുള്ള ഇങ്ങനെ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ അങ്ങ് നിൽക്കാം. പക്ഷേ നമ്മൾ പിന്നീട് വേദനിക്കുന്ന അവസ്ഥകളിലേക്ക് എറിയപ്പെടാറില്ലേ? അപ്പോൾ ജീവിതത്തിൽ ഈ വേദനകളും സന്തോഷങ്ങളും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്ന് യേശു നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യേശു പറയുന്നുണ്ട്, ഇതെങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടതെന്ന് തൻ്റെ ജീവിതത്തിലൂടെ യേശു കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, യേശു ഒരുപാട് വേദനകളേറ്റ് പീഡകളേറ്റ് ഈ കുരിശിൽ ഇങ്ങനെ കൈകൾ വിരിച്ച് ഇങ്ങനെ മരണത്തെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിൻ്റെ നാവുകളിൽ ശാപവാക്കുകളൊന്നുമല്ല വരുന്നത്. ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ, ഇവരോട് ക്ഷമിക്കണേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല. ഇങ്ങനെ കുലീനമായി വേദനകൾ ഏറ്റെടുക്കാനായിട്ട് യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലരും ആ വഴികളിലൂടെ കുരിശും ചുമന്ന് കുരിശുമരണം ഏറ്റിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ശാപവാക്കുകൾ പറഞ്ഞും തന്നെ അടിക്കുന്നവരെ തെറി പറഞ്ഞും ഒക്കെയാണ് മരണത്തിലേക്ക് നടക്കുന്നത്. അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് യേശുവിനെ കണ്ടിട്ട് ആ ശതാധിപൻ ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് കടന്നു പോകുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അത്രയും കുലീനമായി വേദനയെ, സഹനത്തെ, മരണത്തെ ദൈവത്തിൻ്റെ പുത്രനല്ലാതെ ആർക്കാണ് ഏറ്റെടുക്കാനാവുക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശസ്തിയെയും നന്മയും പോലും അങ്ങനെ വളരെ ലാളിത്യത്തോടെ, എളിമയോടെ സ്വീകരിക്കാനായിട്ട് യേശുവിന് പറ്റിയിട്ടുണ്ട്. സത്യത്തിൽ യേശുവിന് തൻ്റെ ഈ പ്രവൃത്തികൾ കൊണ്ട് തന്നെ വളരെ പ്രശസ്തി ആർജിക്കാമായിരുന്നു. പക്ഷെ പലപ്പോഴും യേശു പറയുന്നുണ്ട്, ആരോടും പറയണ്ട, എല്ലാവരോടും കൊട്ടിഘോഷിക്കണ്ട. എന്തിന്? ഈ രൂപാന്തരീകരണത്തിന് ശേഷം പോലും ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ. അങ്ങനെ സന്തോഷത്തെയും സങ്കടങ്ങളെയും ഒക്കെ ഇങ്ങനെ വളരെ
തന്മയത്വത്തോടു കൂടി ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വേദനിക്കുന്ന അനുഭവങ്ങളിലും സന്തോഷിക്കുന്ന അനുഭവങ്ങളിലും യേശു തൻ്റെ പിതാവായ ദൈവത്തോട് ചേർന്നു നിന്നു എന്നുള്ളതും നമ്മൾ മറക്കാനാവാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇങ്ങനെ ജീവിതത്തിൽ വേദനകളും സന്തോഷങ്ങളും ഉണ്ടാവും, അത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷേ ഈ വേദനകളെ, സന്തോഷങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒപ്പം അത് ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് ആ വേദനകളെ, സന്തോഷങ്ങളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം. സ്നേഹമുള്ളവരെ, പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും, അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവയെ കുറച്ചുകൂടി കുലീനമായിട്ട് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വേദനകളിലും സന്തോഷങ്ങളിലും ദൈവം നമ്മുടെ കൂട്ടിനുണ്ടാകണം എന്നുകൂടി ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ നോമ്പുകാലം കുറച്ചുകൂടി പച്ചയായ ഒരു മനുഷ്യനാകാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.